ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു ആവശ്യം കൂടെ സ്തുതിക്കുന്നു. നിത്യ കർത്താവിന്റെ ദാസനെ ഓർത്ത കുടുംബമായി വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രി കടന്ന എല്ലാ ബഹുമാന്യ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഇന്ന് രാത്രി അറിയിക്കുന്നു. ഇപ്രകാരം ഒരുമിച്ച് നമുക്ക് കൂടുവാനും ദൈവത്തിന്റെ വചനങ്ങളെ പഠിപ്പാനും ദൈവം നമുക്ക് പിന്നെയും നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ തന്നതിനെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കഴിഞ്ഞ ആഴ്ച അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിലാണ് നിർത്തിയത്. അപ്പോസ്തലനായ പൗലോസിനെ യഹൂദന്മാർ പിടിച്ചുകൊണ്ടുപോവുകയും വളരെയധികം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി അതിനുശേഷം സഹസ്രാധിപൻ പൗലോസിനെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവർ ബന്ധിച്ച ചങ്ങലകളൊക്കെ അഴിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിർത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് നിർത്തിയത്. നമ്മളതിൻ്റെ ഒരു ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ നമ്മളന്ന് ഒരു ഔട്ട്ലൈൻ പറയുന്നു. നമ്മൾ പൗലോസിന്റെ ജീവിതത്തിന്റെ 3-ാം മിഷണറി യാത്രയുടെ ജീവിതം അതിനുശേഷമുള്ള ജീവിതത്തിന്റെ ഒരു ഔട്ട്ലൈനാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിലാണ് പൗലോസിന്റെ 3-ാമത്തെ മിഷണറി യാത്രയുടെ അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നത്. അതിനൊരു ഔട്ട്ലൈന് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തു പറഞ്ഞു. നമുക്കത് ഇതിനകത്ത് കൂടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ 2-ാം പാർട്ട് എന്ന നിലയിൽ അപ്പോസ്തല പ്രവൃത്തി 23 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയ ഭാഗത്ത് നിന്ന് ഇന്ന് രാത്രി തുടങ്ങുവാനായിട്ട് കർത്താവിൽ ശരണം പ്രാപിക്കും. ഞാൻ പറഞ്ഞതുപോലെ പൗലോസിനെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. തുറന്ന് ഒരു വിചാരണയാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ കൂടെ കാണുന്നത്. ഇവിടെ പൗലോസ് കൗൺസിലിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ 21-ാം അധ്യായം തുടങ്ങുന്നത് പൗലോസ് ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ്. പൗലോസ് പറയുന്നു, ഇന്ന് വരെ ഞാൻ ദൈവത്തിൻ്റെ ഭാഗം നല്ല മനസാക്ഷിയോടെ കൂടെ ജീവിച്ചു. പൗലോസ് ഒരിക്കലും ഞാനൊരു പാവമില്ലാത്തവനാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ല പൗലോസ് ഉദ്ദേശിക്കുന്നത്. തൻ്റെ മനസാക്ഷി ഒരിക്കലും താൻ തെറ്റാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലെന്നല്ല അദ്ദേഹം അർത്ഥമാക്കുന്നു. മറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഓരോ പ്രാവശ്യവും തൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് പ്രതികരിച്ച് കാര്യങ്ങൾ ശരിയാക്കി ദൈവം മുമ്പാകെ നീതിയോടെ ജീവിപ്പാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് പൗലോസ് തന്നെ പരിചയപ്പെടുന്നത്. 1 കൊരിന്ത്യർ 4:4 പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനെ നീതിമാൻ എന്ന് വരികയില്ല. ഒരിക്കലും പൗലോസ് ഈ പറയുന്ന എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ കൂടെ ഒരിക്കലും താൻ ദൈവം മുമ്പാകെ തൻ്റെ സ്വയനീതിയായിട്ടല്ല അവതരിപ്പിക്കുന്നത്. പൗലോസിനറിയാം, കർത്താവിൻ്റെ നീതിയാൽ മാത്രമേ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പൗലോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതാണ് നമ്മൾ ഈ ഭാഗത്ത് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് അവിടെ പറയുന്നതിൻ്റെ സാരാംശം. അപ്പോൾ ഈ നല്ല മനസാക്ഷി, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് മുമ്പാകെ നല്ല മനസാക്ഷിയോടെ നടന്നു എന്ന് കേട്ടപ്പോൾ ഈ അനന്യാസ് എന്ന് പറയുന്ന മഹാപുരോഹിതന് അത് അത്ര രസകരമായി തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞു, അവൻ്റെ വായിക്കടിക്കാൻ, അവൻ്റെ മുഖത്ത് അടിക്കുവാനായിട്ട് കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മഹാപുരോഹിതൻ അനന്യാസ് എന്ന് പറയുന്ന AD 47 മുതൽ AD 58 വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ മഹാപുരോഹിതനായിട്ടാണ് നമ്മൾ ചരിത്രം പറയുന്നത്. എന്നാൽ ഈ അനന്യാസ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ വളരെ ക്രൂരനായിട്ടുള്ള, വളരെ അഴിമതിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ അനന്യാസ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ.
പൗലോസിനെ ഈ അനന്യാസ് മഹാപുരോഹിതനാണെന്നോ ഒന്നും തന്നെ വ്യക്തമായിട്ട് അറിയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ വിവേചനപരം ഉള്ളത് കൊണ്ടായിരിക്കാം അനന്യാസിനെ കണ്ടപ്പോൾ തന്നെ അനന്യാസിന്റെ അകത്തെ കാര്യങ്ങളൊക്കെ പൗലോസിന് വെളിപ്പെടുവാനിടയായി തീർന്നു. പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദൈവം നിന്നെ അടിക്കും. അതൊരു പ്രവചനം പോലെയാണ് പൗലോസ് പറയുന്നത്. അത് പിന്നീട് നമുക്ക് അതിന്റെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് പൗലോസ് പറയുന്നു, വെള്ള തേച്ച ചുവരെ എന്നാണ് ഈ പുരോഹിതനെ വിളിക്കുന്നത്, ഈ മഹാപുരോഹിതനെ വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ കർത്താവ് തന്നെ 21 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെയും പരീശന്മാരെയും ഒക്കെ തന്നെ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, വെള്ള തേച്ച ശവക്കല്ലറകളെ എന്നാണ് പറയുന്നത്. അകമേയോ അഴിമതിയും അധർമ്മവും നിറഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിലെ ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് കണ്ടിരുന്നത്. അപ്പൊ അവരുടെ ആ ഉള്ളറിഞ്ഞത് അതേപോലെ തന്നെയാണ് പൗലോസ് ഈ അനന്യാസ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അകം കാണുകയാണ്. അതുകൊണ്ട് പറഞ്ഞാൽ ഈ വെള്ള തേച്ച ചുവരെ ദൈവം നിന്നെ അടിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ടൊരു കാര്യം പറയുന്നു, ന്യായപ്രമാണം പ്രകാരം ഒരാളെ വിസ്തരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ജഡ്ജ്മെന്റിന് മുമ്പായിട്ട് ഒരാളെ അടിക്കുവാനായിട്ട് സാധ്യമല്ല. നമുക്ക് ലേവ്യ പുസ്തകം 19 അതിന്റെ 15 വാക്യത്തിൽ ന്യായപ്രമാണത്തിലെ ഒരു നിയമം അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 19 15 വാക്യം ഇവിടെ വായിക്കുന്നു. ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യാൻ പാടില്ല. എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരനെ നീതിയോടെ ന്യായം വിധിക്കണം. അനന്യാസ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ ഒരു നീതിയോടെ ന്യായം വിധിക്കുവാനുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരു ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ന്യായവിസ്താരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു ജഡ്ജ്മെന്റിന് മുമ്പേ അടിക്കും എന്ന് പറയുന്ന ഒരു മഹാപുരോഹിതൻ, അവനെക്കുറിച്ച് പൗലോസ് മനസ്സിലായി, ഇവൻ ആള് ശരിയല്ല എന്ന്. ഇവൻ അഴിമതിക്കാരനാണ്, ഇവൻ അധർമ്മം നിറഞ്ഞവനാണ്, ഇവൻ അക്രമകാരിയാണെന്ന് പൗലോസിന് വ്യക്തമായി മനസ്സിലായത് കൊണ്ടാണ് ഈ മഹാപുരോഹിതനെ അവിടെ പറയുന്ന ഈ വെള്ളതേച്ച ചുവരാണെന്ന് പറയാനുള്ള വ്യക്തമായ കാര്യം. ഇത് കേട്ടപ്പോൾ മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നീ മഹാപുരോഹിതനെ വഴക്ക് പറയുന്നു. അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ മഹാപുരോഹിതനാണെന്ന് അറിയുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഒരുപക്ഷെ ഒരു പരിഹാസത്തോടെ പറയുന്നതായിട്ടാണ് നമ്മളത് കാണുന്നത്. അവിടെ ഒരു ഭാഗം കോട്ടിയിട്ടുണ്ട്. അതിൻ്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് പുറപ്പാട് 22-28 വാക്യം കോട്ട് ചെയ്ത് അവിടെ പറയുന്നുണ്ട്. ഈ അനന്യാസിനെ കാലാന്തരത്തിൽ പൗലോസ് പ്രവചിച്ചതുപോലെ തന്നെ അനന്യാസ് പിൽക്കാലത്ത് ജൂത ദേശീയവാദികളുടെ കൈകളാൽ ക്രൂരമായി കൊലപ്പെട്ടതായിട്ടാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ദൈവം നിന്നെ അടിക്കും എന്ന് പൗലോസ് ഒരു പ്രവചനാത്മാവിലാണ് പറയുന്നത്. അത് പിന്നീട് സംഭവിച്ചു. ആ അനന്യാസിനെ ജൂതദേശീയവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തിയതായിട്ട്, അവന്റെ മരണം ഒരു നല്ല മരണമായിരുന്നില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പൗലോസ് ഇവിടെ തുടർന്ന് പൗലോസിന്റെ ഉള്ളിൽ ഈ കൂടിയ ന്യായാധിപ സംഘത്തിൽ 2 ഭാഗം ഉണ്ടെന്ന് മനസ്സിലായി. ഒന്ന് പരീശന്മാരും 2 സാദുക്യരുമാണ്. പരീശന്മാര് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു, ദൂതനും ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. സാദുക്യര് അവരൊരിക്കലും ഒരു കാലത്തും വിശ്വസിക്കുന്നില്ല. പുനരുത്ഥാനത്തിലോ അല്ലെങ്കിൽ ദൂതനോ ആത്മാവുണ്ടെന്ന് സാദുക്യർ വിശ്വസിക്കുന്നില്ല. അവർ കൂടി വന്ന കൂടുതൽ ആൾക്കാർ സാദുക്യരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പൗലോസിന് അകത്തൊരു ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. ഇവർ 2 കൂട്ടർ ഇവിടെ ഉണ്ട്. പൗലോസിന് അവിടെ എന്ത് സംസാരിക്കണമെന്നുള്ള ഒരു കാര്യം പൗലോസിന് വ്യക്തമായ ഒരു ജ്ഞാനം കിട്ടി. നമുക്ക് മത്തായി സുവിശേഷം 10-11 വാക്യത്തിൽ കർത്താവ് ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. മാത്യു 10:11 എൻ്റെ ഓർമ്മ.
ഏത് പട്ടണത്തിൽ? മത്തായി 10-ന്റെ 15. ഏത് പട്ടണത്തിലോ? സോറി, 10-ന്റെ 18, 17, 17, 17, 18, മനുഷ്യരെ 18. സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ, അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് തങ്ങളുടെ അടിക്കുകയും പള്ളികൾ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജ്യത്തിന് രാജാക്കന്മാർക്ക് മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. ഇത് കർത്താവ് വളരെ മുമ്പ് കൂട്ടി പ്രവചനാത്മാവിൽ പറയുന്ന കാര്യങ്ങളാണ്. വരാനിരിക്കുന്ന സംഭവങ്ങളെ കർത്താവ് വളരെ അത് മുൻപ് കൂട്ടി പ്രവചിക്കുന്ന കാര്യമാണ്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, അവർ എന്നെ പകച്ചുവെങ്കിൽ നിങ്ങളെയും പകയ്ക്കും, അവർ എന്നെ വെറുത്തുവെങ്കിൽ നിങ്ങളെയും വെറുക്കും, എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളെ പകയ്ക്കുവാനിടയായി. എത്ര വളരെ ആപ്റ്റായിട്ടുള്ള പ്രവചനമാണ് കർത്താവിടെ. ഇതൊരു പ്രവചനമാണ് പറയുന്നത്. അവിടെ പറയുന്നു അതിന്റെ 19-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടണ്ട. അവിടെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒത്തിരി വറിയാകേണ്ട കാര്യമില്ല. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. അത് വളരെ ആപ്റ്റായിട്ടുള്ള കാര്യം. പൗലോസിന്റെ തുറന്ന ഓരോ വിചാരണയിലും പൗലോസ് എങ്ങനെ സംസാരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ഇത് പൗലോസിന് പെട്ടെന്ന് കിട്ടിയ ഒന്നല്ല. പൗലോസിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇവരോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. പൗലോസ് പറഞ്ഞ ഒരു കാര്യം, ഞാൻ മരിച്ചവരുടെ പുനരുത്ഥാനത്തെയും പ്രത്യാശയും കുറിച്ചാണ് ഇവിടെ വിസ്താരത്തിലായിരിക്കുന്നതെന്ന് ഇവിടെ പറയപ്പെടുന്നു. ഇത് പറയുകയും ഇവിടെ ഇത് പറയുകയും പെട്ടെന്ന് ഈ രണ്ട് കൂട്ടർ, പരീശന്മാര് സാദുക്യരും തമ്മിൽ ഭയങ്കരമായ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പരീശന്മാർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നു, സാദുക്യർ അത് വിശ്വസിക്കുന്നില്ല. അവർ തമ്മിലൊരു ഭയങ്കരമായ ഒരു കലഹം ഉണ്ടായി. ഈ കലഹത്തിന്റെ ഇടയിൽ ഒരുപക്ഷെ പൗലോസിനെ ഇവർ പിടിച്ച് ചീന്തിക്കളയുന്ന സഹസ്രാധിപന് വ്യക്തമായി മനസ്സിലായി. ഇവര് ഒന്നിച്ചു വന്ന ആൾക്കാർ തമ്മിൽ ഇപ്പൊ രണ്ടായിട്ട് മാറി. അവിടെ പൗലോസിന് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് അവരെ രണ്ടാക്കി മാറ്റിയത്. ഞാൻ മരിച്ചവരുടെ പ്രത്യാശയും പുനരുത്ഥാനത്തെയും കുറിച്ചാണ് വിസ്താരത്തായിരിക്കും. അപ്പോൾ ഞാനൊരു പരീശന്റെ മകനുമാണ്. ഇത് പറയുമ്പോൾ പരീശന്മാരെല്ലാം കൂടെ പൗലോസിനൊപ്പം ചേരുകയും അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. ഒരുപക്ഷെ പൗലോസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു, ഒരുപക്ഷെ എങ്ങനെയായാലും പൗലോസ് കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി സഹസ്രാധിപൻ പൗലോസിനെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് അവിടുന്ന് കൊണ്ടുപോകുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ അന്ന് രാത്രി കോട്ടയിൽ കിടക്കുമ്പോൾ പൗലോസിന്റെ അടുത്ത് കർത്താവ് വന്ന് ദർശനത്തിൽ കർത്താവ് വരുന്ന ഒരു ഭാഗമാണ് 11-ാമത്തെ വാക്യം. അത് നമുക്കൊന്ന് വായിക്കാം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കാം, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചെയ്തു. ഇവിടെയാണ് നമുക്ക് വളരെ പൗലോസിന് ഒരു വലിയ ധൈര്യം കിട്ടുന്ന ഒരു ദർശനം ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതായ ചില സാഹചര്യങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ഒരു ഗൈഡൻസ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ തൻ്റെ ജീവന് ഭീഷണിയായി, തൻ്റെ ജീവൻ അപകടപ്പെടും അല്ലെങ്കിൽ മരണപ്പെടുമെന്നുള്ള ഒരവസ്ഥയിൽ എത്തുമ്പോൾ പൗലോസിന്റെ ആ ഒരു ധൈര്യം, പൗലോസ് നേരത്തെ പറഞ്ഞു ഞാൻ യെരൂശലേമിൽ മരിക്കുവാൻ തയ്യാറാണ്. അപ്പോൾ കർത്താവിന് യെരൂശലേമിൽ പൗലോസ് മരിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ പദ്ധതിയല്ല. അത് മാത്രമല്ല, തനിക്ക് റോമയിലേക്ക് പോകാനുള്ള വലിയൊരു ആഗ്രഹം ഉള്ളിൽ കിടപ്പുണ്ട്. എപ്പോഴും എത്രയൊക്കെ പറഞ്ഞാലും ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമാണ്. റോമാലേഖനം പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. അതൊരു വിശ്വാസത്താൽ കൊരിന്തിൽ നിന്നുകൊണ്ട് പൗലോസ് അത് എഴുതുമ്പോൾ പ്രത്യേകമായി റോമിലെ സഭയോട് പറയുന്നുണ്ട്. അതൊക്കെയും ദൈവം നമ്മുടെ ചില ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ
ദൈവത്തിന് ഇഷ്ടമാണ് പൗലോസ് യെരുശലേമിൽ മാത്രമല്ല റോമിലും എൻ്റെ ഒരു വലിയ സാക്ഷിയായി മാറണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം കർത്താവിനുണ്ടായിരുന്നു. പൗലോസിനും ആഗ്രഹമുണ്ട് റോമിലേക്ക് പോകണമെന്നുള്ളത്. ഇവിടെ അതുകൊണ്ട് ഈ ഒരു ദർശനത്തിനും അല്ലെങ്കിൽ ഈ ഒരു വാക്തത്വത്തിന് ശേഷം പൗലോസിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത അസാധാരണമായ ഒരു ധൈര്യം നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നു. പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ളതായ ദർശനങ്ങൾ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എൻകൗണ്ടറുകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് ഒരു ധൈര്യം ലഭിക്കുന്നത്. നമുക്ക് നമ്മുടെ യാത്രകളെ മുമ്പോട്ട് പോകുവാനുള്ള ഒരു ആർജവും നമുക്ക് ലഭിക്കുന്നത് ഇപ്രകാരമുള്ള ദൈവിക ദർശനങ്ങൾ, ദൈവിക വാക്തത്വങ്ങളാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ അടുത്ത ഭാഗം 21-12-22 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ പൗലോസിനെ കൊല്ലുവാനായിട്ട് ഒരു പദ്ധതി ഇടുകയാണ്. പൗലോസ് കോട്ടയിലാണ്, അവരുടെ തടവിലാണ്. ആ സമയത്ത് 40ഓളം യഹൂദന്മാർ പൗലോസിനെ കൊല്ലാതെ അല്ലെങ്കിൽ അവൻ്റെ ജീവൻ കൊടുക്കാതെ തിന്നുകയോ കുടിക്കുകയോ എന്നൊരു വലിയ ശപഥമെടുക്കുകയാണ്, വലിയൊരു പ്രതിജ്ഞ എടുക്കുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ യഹൂദന്മാർ ഇങ്ങനെയുള്ള പ്രതിജ്ഞകളൊക്കെ എടുക്കാറുണ്ട്, ഇങ്ങനെയുള്ള നേർച്ചകൾ നേരാറുണ്ട്. ചിലതൊക്കെ നടക്കും, ചിലത് നടക്കത്തില്ല. നടക്കാവുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രതിജ്ഞയൊക്കെ ക്യാൻസലായിട്ട് പോകും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അത് അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു വാക്തത്വം ഉണ്ട്, പൗലോസിനെ റോമിലേക്ക് കൊണ്ടുപോകണം. അപ്പം എങ്ങനെയായാലും ഇവിടെ വെച്ച് പൗലോസ് കൊല്ലപ്പെടാൻ പാടില്ലെന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് നല്ല നിശ്ചയമുണ്ട്. പൗലോസിനും അറിയാം, ഇവരെ ഇനി എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ റോമിലെത്തും. അതും പൗലോസിന് അറിയാം. നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലൂടെ നമുക്ക് ഇന്ന് രാത്രി കടന്നു പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇവിടെ ഈ ഒരു അറിവ് പൗലോസിൻ്റെ ഇവരുടെ ഒരു ട്രാപ്പ് ഇതാണ്. എങ്ങനെയെങ്കിലും രണ്ടാമതൊരു അപ്പീൽ കൊടുത്തിട്ട് പൗലോസിനെ തിരിച്ച് വിളിപ്പിക്കുക. പിറ്റേ ദിവസം ഇന്നത്തെ ദിവസമാണ് കൂടുന്നെങ്കിൽ നാളത്തെ ദിവസം പൗലോസിനെ സഹസ്രാധിപന്റെ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട്, നമ്മളിപ്പോൾ ഈ നാട്ടിലെ ഈ ചില തടവുകാരെ അല്ലെങ്കിൽ ചില ജയിൽ പുള്ളികളെയൊക്കെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ അവർ കോടതിയിൽ ചിലപ്പോൾ ഈ പോലീസുകാർ അപേക്ഷ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു 7 ദിവസത്തേക്ക് അങ്ങനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടി ചോദ്യം ചെയ്യണം. അതേ ഒരു തന്ത്രമാണ് ഇവിടെ ഇവർ ഉപയോഗിക്കുന്നത്. ഇവരിവിടെ പറയുകയാണ്, പൗലോസിനെ എങ്ങനെയെങ്കിലും ഒന്നുകൂടെ ഒരു തറവ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പൗലോസിനെ വിട്ടുകിട്ടണം. അതിനു വേണ്ടിയിട്ട് ഒരു തന്ത്രം ഉപയോഗിക്കുകയാണ്. അങ്ങനെ പൗലോസിനെ അങ്ങനെ വരുന്ന സമയത്ത് ഇവര് വരുന്ന വഴിയിൽ കുത്തിക്കൊല്ലുക. ഇതാണ് ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. അന്ന് ഈ റോമിൽ ഇങ്ങനെയുള്ള യൂതന്മാരുടെ ഈ അരകളിലൊക്കെ ഓരോ കത്തി ഉണ്ടാകും. ഇവന്മാരേതോ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടുന്ന് കുത്തിയിട്ട് ഓടിപ്പോകും. ഇതൊരു വലിയ ഒരു പതിവുള്ള കാര്യം ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഇവര് ഒന്നും അറിയാതെ ഇവർ കൊണ്ടുവരുന്ന വഴിയിൽ ഇവരുടെ പതിയിരിപ്പുകാർ വന്ന് കുത്തിക്കൊല്ലുക, അവർ ഓടിക്കളയും, അവരെ പിടിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ് ആ ഒരു പൗലോസിന്റെ ഈ സമയത്ത് അല്ലെങ്കിൽ വിചാരണ നേരിടുന്ന സമയത്തുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ എങ്ങനെയോ അറിവ് കിട്ടി. എങ്ങനെയാണെന്ന് നമ്മുടെ എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ദൈവം ആരെയെങ്കിലും ഒരാളെ എഴുന്നേൽപ്പിക്കുവാനിടയായിത്തീരും. ഈ വിവരം സഹസ്രാധിപന്റെ അടുക്കൽ എത്തിക്കുന്നതായിട്ടാണ് നമ്മൾ ആ ഭാഗങ്ങളിൽ വായിക്കുന്നത്. പൗലോസിനോട് ആദ്യം പറയുന്നു, ഈ വിവരം ചെന്ന് പൗലോസിനോട് പറയുന്നു. പൗലോസ് ഉടനെ ഒരു ശതാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവന് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ യുവാവിന് എന്ന് പറഞ്ഞിട്ട് യുവാവിനെ അങ്ങോട്ട് ശതാധിപന്റെ അടുക്കൽ അയക്കുന്നു. ശതാധിപൻ അവനെയും കൂട്ടി സഹസ്രാധിപന്റെ അടുക്കലോട്ട് പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും പൗലോസിനെ വിട്ടുകൊടുക്കരുത് എന്ന് വ്യക്തമായിട്ട് പൗലോസിന്റെ പെങ്ങളുടെ മകൻ ഈ യൗവനക്കാരൻ, ഇവിടെ ഒരു ചെറിയൊരു ഇലസ്ട്രേഷൻ അത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ചില പിക്ചറുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുവാനായിട്ട് ഇടയാകുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം യഹൂദന്മാരിങ്ങനെ ശബ്ദം ചെയ്തിരിക്കുന്ന മുഴുവൻ സഹസ്രാധിപനെ അറിയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സഹസ്രാധിപൻ പറയും, നീ ഒരു കാര്യം നീ പൊയ്ക്കോ, ഈ കാര്യം നീ ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. ഇവിടെ സഹസ്രാധിപന് പിന്നെയും ഒരു ഭയമുണ്ടായി. കാരണം ഒരു പക്ഷേ പൗലോസ് ഇവിടെ വെച്ച് കൊല്ലപ്പെട്ട് റോമൻ പൗരനാണ്, വിസ്താരം കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. ഇവിടെ വെച്ച് എങ്ങനെയെങ്കിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ സഹസ്രാധിപന്റെ കാര്യം പോക്കാം. സഹസ്രാധിപന്റെ
ജോലി മാത്രമല്ല, ഒരുപക്ഷെ അയാളും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അയാളെയും മരണശിക്ഷയ്ക്ക് അവർ യോഗ്യരാക്കി തീർക്കും അവിടുത്തെ ഉന്നതാധികാരികൾ. അതുകൊണ്ട് ഇത് സഹസ്രാധിപൻ നല്ല വ്യക്തമായിട്ട് അറിയാം എങ്ങനെയും പൗലോസിനെ രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം സഹസ്രാധിപന്റെ കയ്യിലോട്ടാണ് വരുന്നത്. ദൈവത്തിന്റെ ഓരോ പദ്ധതി മനസ്സിലാക്കിക്കോണം. ദൈവം ഒരാളെ എവിടെയെങ്കിലും അയക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദേശത്ത് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദ്ധതിക്കായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതി നിർവഹിക്കുന്നവരെ എങ്ങനെ ആയാലും എങ്ങനെയും നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആ സൂക്ഷിക്കുന്ന വിധങ്ങളാണ് ഇവിടെ ലൂക്കോസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇവിടെ നമ്മളെ രേഖപ്പെടുത്തിയിരിക്കും. ഇതിൽ കൂടെയൊക്കെ നമ്മൾ ഈ ചരിത്ര സംഭവങ്ങൾ എന്തിനാണ് നമ്മളെ കൂടുതൽ ഇതൊക്കെ വിവരിക്കും ചോദിച്ചാൽ, നമുക്കൊരു ധൈര്യത്തിനും പ്രത്യാശയ്ക്കും വേണ്ടിയിട്ടാണ്. ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാനാണ്. ഇതിനുശേഷം തുടർന്ന് പൗലോസിനെ അവിടുന്ന് കൈസരിയിലേക്ക് സഹസ്രാധിപൻ അവിടുത്തെ ഗവർണറായിരുന്ന ഫെലിക്സിന്റെ അടുക്കലേക്ക് അയക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ 23 മുതൽ 35 വരെയുള്ള വാക്യം, അല്ലെങ്കിൽ ആ അധ്യായത്തിന്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ കൂടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ശതാധിപന്മാരെ വരുത്തിയിട്ട് 470 പേരുടെ ഒരു എസ്കോർട്ടാണ് പൗലോസ് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുവരെ അവരുടെ കയ്യിൽ ഇടിയും കൊണ്ട് പൗലോസ് രാജകീയമായ പദവിയോടുകൂടെയാണ് ഇപ്പോൾ കൈസരിയിലേക്ക് പോകുവാനായിട്ട് പോകുന്നത്. കൈസരിയിലേക്ക് പോകും. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, അതിന്റെ 23 വാക്യം ഒന്ന് വായിച്ചത്. പിന്നെ അവന് ശതാധിപന്മാർ 2 പേരെ വരുത്തി, ഈ രാത്രിയിൽ 3 മണി നേരത്ത് കൈസരിക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവേൻ. നോക്കി, 200 കാലാള്, 70 കുതിരച്ചേവർ, 200 കുന്തക്കാർ, ഏകദേശം 470 പേരുടെ എസ്കോർട്ടാണ് പൗലോസിന് ലഭിക്കുന്നത്. ഇനി 200 കാലാളിനെ ആന്റി പത്രോസ് എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ അവര് പൗലോസിനെ എസ്കോർട്ട് ചെയ്യുന്നു. അതിന്റെ കാരണം, അതിന് ചരിത്രം പഠിക്കുമ്പോൾ ആന്റിപത്രോസ് ഈ പോകുന്ന വഴികളിലൊക്കെ തന്നെ യഹൂദന്മാരുടെ ഭയങ്കരമായ പതിയിരിപ്പുകളുണ്ട്. വളരെ അക്രമകാരികളായ കൊള്ളക്കാരായിട്ടുള്ള ആൾക്കാർ ഉണ്ട്. ഒരു വിധത്തിൽ ഇവർക്ക് പകല് പൗലോസിനെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. രാത്രിയിൽ ഇവർ ഉറങ്ങുന്ന സമയത്താണ് ഈ പൗലോസിനെ അവിടുന്ന് കടത്തിക്കൊണ്ടു പോകുന്നത്. ഈ ആന്റിപത്രോസ് എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു പിക്ചറാണ്. ഇവിടെ ഒരു വലിയ കോട്ട പോലെ കാണുന്ന ഈ സ്ഥലം, ആ ഒരു സ്ഥലത്തെയാണ് കാണിക്കുന്ന ഒരു പിക്ചർ. ഈ സ്ഥലത്ത് എത്തുന്നത് വരെ 200 കാലാളുകൾ പൗലോസിന്റെ കൂടെ യാത്ര ചെയ്തു. ആ രാത്രിയിലും നേരം പുലർച്ചെ അവർ അവിടെ പറയുന്നത് ഒരു എഴുത്ത്, ഈ സഹസ്രാധിപന്റെ പേര് ഈ ഭാഗത്താണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്ലൗദിയോസ് ലൂസിയാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു കത്ത് എഴുതി കൊടുക്കുന്നു. ഇങ്ങനെയാണ്, പൗലോസ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ യഹൂദന്മാർ കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു വിധത്തിലും ഈ സഹസ്രാധിപൻ അതിബുദ്ധിമാനാണ്. അദ്ദേഹം ഒരിക്കലും പൗലോസിനെ ചങ്ങലയിട്ട് ബന്ധിച്ചെന്നോ ഒരു കാര്യങ്ങൾ ഇവിടെ എഴുതുന്നില്ല. അത് എഴുതി കഴിഞ്ഞാൽ ഇയാളുടെ കാര്യം പോക്കാം. ഈ പൗലോസ് റോമൻ പൗരനായതുകൊണ്ട് അത് അദ്ദേഹത്തിന് പ്രശ്നമായി തീരുമെന്നുള്ളതുകൊണ്ട് ആ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇദ്ദേഹത്തിന് മരണത്തിന് യോഗ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല. അവിടെ പറയുന്ന 29 വാക്യം, എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെ കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായ ഒന്നും മരണത്തിനോ അല്ലെങ്കിൽ തടവുകാരനായി ചങ്ങലയിടേണ്ടതായി യാതൊരു കാര്യവും ഇവനിൽ കാണുന്നില്ല. ഒന്ന്, സഹസ്രാധിപന്റെ മനസ്സാക്ഷിയുടെ പൗലോസിനെ കുറ്റം അറ്റതാക്കി, അല്ലെങ്കിൽ ഒരു പൗലോസ് ഒരു തെറ്റുകാരനല്ല എന്നുള്ളത് ദൈവം സഹസ്രാധിപന് ഒന്നാമത് ബോധ്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനുശേഷം അവന് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു പതിയിരിപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്തി നിന്റെ നേരെ അങ്ങോട്ട് അയക്കുകയാണ്. അവിടെ വെച്ച് ഫേലിക്സിന്റെ അങ്ങയുടെ മുമ്പാകെ ഇത് ഇവനെ വിസ്തരിക്കണം എന്നുള്ള ഒരു എഴുത്തൂടെ കൊടുത്തയച്ചിട്ടാണ് ഇവര് പടയാളികൾ പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രോസോളം കൊണ്ടുവന്ന് അവിടെ സ്റ്റേ ചെയ്യാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവിടുന്ന് കൈസറിലേക്കുള്ള യാത്രയിൽ വലിയ ബുദ്ധിമുട്ട് നേരിടത്തില്ല. ഇവിടെ വരെ വലിയ പ്രശ്നമുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇത്രയും പടയാളികളെ ഒരുക്കിയത് ഒരു വ്യക്തിക്ക് വേണ്ടി. ഇതാണ് കർത്താവിൻ്റെ, ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷവും തോന്നിയതിൻ്റെ കാരണം, കർത്താവിന് വേണ്ടി
ഇത്രത്തോളം കഷ്ടം അനുഭവിച്ച ഒരു അപ്പോസ്തോലിനെ രാജകീയമായ രീതിയിൽ ദൈവം അവിടെ മാനിക്കുവാൻ ഇടയായി തീർന്നു. ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാതെ പൗലോസിനെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മോടെ കാണുന്നത്. ഇത് കർത്താവിൻ്റെ മഹാവീര പ്രാർത്ഥനയിൽ ഉള്ള ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം റോമിലെ സഭയ്ക്ക് ലേഖനങ്ങൾ പറയുന്നു, അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ നിങ്ങളും എന്നോടുകൂടെ പോരാടണം. ഞാനത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ആ ഭാഗം വായിച്ചിരുന്നു. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യമാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഇന്ന് രാത്രിയിൽ അത് നമ്മളെ ഒന്ന് വായിച്ചാൽ നമുക്കൊരു അസാധാരണമായ ഒരു ധൈര്യം നമുക്ക് ആ ഭാഗത്തൂടെ ലഭിക്കാനിടയായിത്തീരും. 16-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ 30-ാമത്തെ വാക്യം 15-ന്റെ 30, റോമർ 15-ന്റെ 30. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാവിന്റെ സ്നേഹത്തെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. ഞാൻ ഈ ഭാഗം വായിച്ചെന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ്. റോമിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം. അവരെ പ്രാർത്ഥനയിൽ പോരാടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസിനെ കർത്താവ് രാത്രി ദർശനത്തിൽ നീ റോമിലേക്ക് പോകണം, അവിടെ എൻ്റെ സാക്ഷിയാകണം എന്ന് പറയുന്നതും. ഈ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് പൗലോസിനെ വിടുവിച്ച് 470 പേരുള്ള പടയാളികളുമായി ചേർന്ന് സഹസ്രാധിപൻ പൗലോസിനെ രക്ഷപ്പെടുത്തി കൈസരിലേക്ക് കൊണ്ടുപോകും. എത്ര ഒരു പ്രാർത്ഥനയിൽ പ്രിയമുള്ളവരെ പോരാടുക എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായ കാര്യമല്ല. അതിൻ്റെ ആഴങ്ങളും ആത്മീയ അർത്ഥങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളായാലും, ഏത് ചെങ്കടലായാലും, ഏത് യോർദാനായാലും, ഏത് എരിഹോ മതിലായാലും പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു ഭക്തന്റെ മുമ്പിൽ ഇതൊക്കെയും ഇടിഞ്ഞു വീഴുവാനിടയായിത്തീരും, ഇതൊക്കെയും തകർന്നു മാറുവാനിടയായിത്തീരും. ഇതിനെല്ലാം നീക്കി നമ്മളെ സുരക്ഷിതമായ സ്ഥലത്ത് ദൈവം എത്തിക്കുമെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ ഭാഗത്തിൽ കൂടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ മടങ്ങി വരട്ടെ. പടയാളികൾ കൽപ്പന പ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തി പത്രോസോളം കൊണ്ടുവന്നു. അവരവിടെ വിട്ടേച്ചിട്ട് അവരെ പിറ്റേന്നാൾ കുതിരച്ചേവകരെ അവനോട് അയച്ച് കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു. ഈ കാലാളുകൾ 200 പേര് അവിടെ കൊണ്ടുവന്നാക്കി സുരക്ഷിതമാക്കിയിട്ട് അവർ മടങ്ങി വന്നു. പിറ്റേന്ന് ബാക്കിയുള്ള 270 പേരുമായിട്ടാണ് കൈസരിയിലേക്ക് കൊണ്ടുപോകുന്നത്. കൈസരിയിൽ ചെല്ലുന്നു. ഫേലിക്സ് എന്ന് പറയുന്ന ഗവർണറെ കാണുന്നു. അദ്ദേഹത്തിന് ഈ കത്ത് വായിക്കുന്നു. പൗലോസിനെ തടവിൽ സൂക്ഷിക്കുന്നു. പറയുന്നു, നീ അവിടെ യെരൂശലേമിൽ നിന്ന് നിനക്കെതിരെ വാദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വാദികൾ വരുമ്പോൾ ഞാൻ നിന്നെ വിസ്തരിക്കാം എന്ന് പറഞ്ഞ് ഹെരോദാവിന്റെ ആസ്ഥാനത്തിൽ പൗലോസിനെ അവിടെ കാത്തുകൊള്ളുന്നതായിട്ടാണ് നമ്മൾ ആ ഭാഗം 21-ാം അധ്യായം അവസാനിക്കുന്നത്. 24-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഫേലിക്സിന്റെ മുമ്പിലുള്ള ഒരു ട്രയലാണ് ഇവിടെ നടക്കുന്നത്. ഫേലിക്സ് എന്ന് പറയുന്ന ഗവർണർ, അദ്ദേഹവും മഹാക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് എന്നാണ് ചരിത്രം ഏടുകൾ പറയപ്പെടുന്നത്. അദ്ദേഹം അത്ര ഒരു ധാർമ്മിക ജീവിതം നയിച്ച ഒരു വ്യക്തിയല്ല, വളരെ അധാർമികമായ മോറലായിട്ടുള്ള ജീവിതം നയിച്ച ഒരു വ്യക്തിയായിട്ടാണ് ചരിത്രം നമ്മെ പരിചയപ്പെടുത്തുന്നത്. ജോസഫ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ അദ്ദേഹത്തെ പറ്റി അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 24-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5 നാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തുല്ലോസ് എന്ന വ്യവഹാരജ്ഞനോടും കൂടെ വന്നു പൗലോസിന് നേരെ ദേശാധിപതിയുടെ മുമ്പാകെ അന്യായം ബോധിപ്പിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്ന യഹൂദ നേതൃത്വം, മഹാപുരോഹിതന്മാർ, മൂപ്പന്മാരും അവരെല്ലാം കൂടെ വന്ന് തെർത്തുല്ലോസ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു അറ്റോർണിയും അല്ലെങ്കിൽ ഒരു വക്കീലുമായിട്ട് വന്ന് ഈ അന്യായം, പൗലോസിന്റെ മേലുള്ള അന്യായം ഇവരെ ഈ ഫേലിക്സിന്റെ മുമ്പിൽ ഇവിടെ പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഈ ഫേലിക്സിനെ തെർത്തുല്ലോസ് എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റ് വളരെ മുഖസ്തുതിയൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സമാധാനം ഞങ്ങൾ അനുഭവിക്കുന്നെന്നും നിന്റെ പരിപാതി ജാതിക്ക്
ഒത്തിരി ഗുണങ്ങളൊക്കെ സാധിച്ചിരിക്കുന്നതൊക്കെ ഞങ്ങൾ എല്ലായിടത്തും നന്ദിയോടെ, അതൊക്കെ ഒരു വളരെ അവരുടേതായ ജോലിയുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അത് അവർക്ക് എങ്ങനെയെങ്കിലും പൗലോസിനെ തടവിൽ ഏൽപ്പിക്കുകയോ അവനെ കൊന്നുകളയുകയോ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി എങ്ങനെയും ഈ ഫേലിക്സിനെ സുഖിപ്പിക്കുക അല്ലെങ്കിൽ മുഖസ്തുതി പറഞ്ഞ് അങ്ങനെ എങ്ങനെയെങ്കിലും പൗലോസിന്റെ മേൽ കുറ്റം ചുമത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഈ തെർത്തുല്ലോസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, നിന്നെ ഒത്തിരി അസഹ്യപ്പെടുത്തരുത്, പക്ഷേ ഈ അന്യായം കേൾക്കണം എന്ന് പറയുന്നുണ്ട്. അവിടെ പൗലോസിനെതിരായിട്ടുള്ള അന്യായം ബോധിപ്പിക്കുന്നു. അത് അന്യായം ഈ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസ്രായ മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് പൗലോസിനെതിരായിട്ട്. ഒരിക്കലും പൗലോസിനെ അങ്ങനെ കലഹം ഉണ്ടാക്കിയതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ എങ്ങനെയും ഇവര് കലഹം ഉണ്ടാക്കിയെന്നും നസ്രായ മതം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നസ്രായ വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു, അല്ലെങ്കിൽ നസ്രായൻ എന്നുള്ള ഒരു പരാമർശം പൊതുവേ നിന്ദിക്കപ്പെട്ടതും താഴ്ന്നതുമായ ഒരു സ്ഥലത്തെ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണല്ലോ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ. ഒരിക്കലും ഒരു നന്മയും വരാത്ത ഒരു സ്ഥലമാണ് നസ്രയത്ത് എന്ന് പറയുന്ന ഗ്രാമം. അതുകൊണ്ട് അത് വളരെ മോശപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് അന്നത്തെ കാലത്ത് യഹൂദന്മാർ കണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു മതം സ്ഥാപിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ പേരിൽ ഇവിടെ നിന്നൊരു ബാധയുണ്ടാക്കി അല്ലെങ്കിൽ ഒരു കലഹം ഉണ്ടാക്കി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അത് മാത്രമല്ല, പറയുന്ന വേറൊരു ഭാഗം പറയുന്നത് ഇവൻ ദൈവാലയം അശുദ്ധമാക്കുവാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തീണ്ടിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഞങ്ങൾ ചെന്ന് ഇവനെ പിടിച്ചില്ലായിരുന്നു, ഇവൻ ദൈവാലയം മൊത്തം അശുദ്ധമാക്കിയത്. അപ്പം ഞങ്ങൾ പിടിച്ചത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, യെരുശലേം ദേവാലയം പുറജാതികൾക്ക് പ്രവേശനമല്ല, അതൊരു വലിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഒരിക്കലും അകത്തേക്ക് അവർക്ക് ആക്സസ് ഇല്ല. അകത്ത് കയറിയാൽ അവരെ കൊന്നുകളയെന്നുള്ള നിയമം. അപ്പോൾ ഇത്ര ദൈവാലയം അശുദ്ധമാക്കി ഒരുവനെ കൊല്ലുക എന്നുള്ള അതാണ് ഈ ദേഹം വാദിച്ച് പൗലോസിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നതെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ അവർ പറയുന്നു, ലൂസിയാസ് ഞങ്ങളുടെ അടുത്ത് വന്ന് ബലമായി പിടിച്ചു കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും ലൂസിയാസ് ഇവരാണ് ബലമായി പൗലോസിനെ ഇട്ട് പിച്ചാനും ചീന്താനും ഒക്കെ തുടങ്ങിയപ്പോൾ അദ്ദേഹം പൗലോസിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അദ്ദേഹം അങ്ങനല്ല. അവരെ പറയുന്ന ഒരു ലൂസിയാസിനെയും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് അവനെ കുറ്റക്കാരനാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗങ്ങളാണ് നമ്മൾ 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. അടുത്ത ഭാഗം നമ്മൾ 10-21 മുതൽ പൗലോസിന്റെ അതിനെതിരായിട്ടുള്ള ഒരു ഡിഫൻസാണ് നമ്മളിവിടെ കാണുന്നത്. സ്തോത്രം. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് അതിനെതിരായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നു. പൗലോസിനെ നേരത്തെ തന്നെ ഈ അനന്യാസാണല്ലോ പൗലോസിനെ സ്ഥാനപ്പെടുത്തിയത് 9-ാം അധ്യായത്തിൽ. അപ്പോൾ പൗലോസിനെ സ്ഥാനപ്പെടുത്തുന്ന സമയത്ത് അനന്യാസിനോട് ദൈവത്തിൻ്റെ ആലോചനയുണ്ട്. പൗലോസിനെ പറ്റിയുള്ള ദൂതുകൾ പറയുന്നുണ്ട്. അവനെൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ ഞാൻ വഹിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. നമുക്ക് ആ ഭാഗം അറിയാം. അപ്പോൾ ആ ഒരു വാക്തത്വത്തിൻ്റെ ഫുൾഫിൽമെന്റും കൂടെയാണ് ഈ ഭാഗത്തൂടെ നടക്കുന്നത്. ജാതികളുടെ മുമ്പിൽ സാക്ഷിയായതുപോലെ രാജാക്കന്മാരുടെ മുമ്പിലും പൗലോസ് യേശുവിനെ പറ്റി ഒരു സാക്ഷിയായി തീരുക എന്നുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ യേശുവിനെ പറ്റി ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് കയറി ഇങ്ങനെ ഇവരോട് സുവിശേഷം പറയാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇത് പൗലോസിന് ഒരു ആക്സസ് കിട്ടിയതുപോലെ, ഒരു അവസരം കിട്ടിയതുപോലെ ആണ് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് പൗലോസ് ഈ ഫേലിക്സിനെ ഒത്തിരി മുഖസ്തുതിയൊന്നും പറഞ്ഞ് അങ്ങനെയുള്ള ഒരു അഡ്രസ് ചെയ്തല്ല പൗലോസ് സംസാരിക്കുന്നത്. പൗലോസ് പറഞ്ഞു, നീ അനേക സംവത്സരങ്ങളായിട്ട് ഈ ജാതികൾക്ക് നീ അധിപതിയായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വളരെ ധൈര്യത്തോടെ ഞാൻ എൻ്റെ പ്രതിവാദം ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. പൗലോസ് ചരിത്രം അതിൻ്റെ തുടർമാനമായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴും ഇവിടെ പൗലോസിന് സാധാരണമായൊരു ധൈര്യമുണ്ട്. പറയുന്നുണ്ട്, ഞാൻ ധൈര്യത്തോടെ
അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ 24-ന്റെ. സംസാരിക്കാം എന്ന് ദേശാധിപതി ആംഗ്യം കാട്ടിയാറെ പൗലോസ് ഉത്തരം പറഞ്ഞത്, ഈ ജാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതിയായിരിക്കുന്നു എന്ന് അറിയുകൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു. അതെല്ലാം ആ കർത്താവിൻ്റെ ആ വാക്തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് ഇത്ര ധൈര്യമായിട്ട് ഇത് പ്രതിവാദം ചെയ്യാനുള്ള കാരണം. ഇവിടെ വെച്ച് പൗലോസ് അറിയാം, എന്നെ ഇവർക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതുമല്ല, എൻ്റെ വായിൽ കൂടെ ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തും. അതൊക്കെ കർത്താവിൻ്റെ നേരത്തെയുള്ള പ്രവചനമാണ്, ദൈവമക്കളുള്ള ദൈവത്തിൻ്റെ വാക്തത്വമാണ്. ഇത് പൗലോസിന് മാത്രമല്ല, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഏതൊരു ഭക്തനും ഉള്ള ദൈവത്തിൻ്റെ വാക്തത്വമാണ്. നാം എന്തു സംസാരിക്കണോ, നമ്മൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ, മറ്റ് സുവിശേഷ നിമിത്തം നാം പ്രതികൂലത്തിലാകപ്പെടുമ്പോൾ എന്തു സംസാരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ട് നമ്മളെ സംസാരിക്കുവാൻ ഇടയായിത്തീരും. വളരെ വളരെ നല്ല രീതിയിൽ ഇവിടെ പൗലോസ് തൻ്റെ അനുഭവങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ യെരൂശലേമിൽ നമസ്കരിക്കുവാൻ പോയിട്ട് 12 നാളിൽ അധികമായിട്ടില്ല എന്ന് നിനക്കറിയാവുന്നതാകും. ദൈവാലയത്തിലോ പള്ളികളിലോ നഗരങ്ങളിലോ വെച്ച് ആരോടും വാദിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹം ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് ഇവരെന്നെ കണ്ടിട്ടില്ല. ഇവിടെ നേരത്തെ കൊടുത്ത എല്ലാം ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. പൗലോസ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. പൗലോസിനെതിരായിട്ട് ഒരു തെളിവില്ലെന്നുള്ളതാണ് സത്യം. ഒരു കാര്യത്തിലും പൗലോസിനെ കുറ്റം വിധിക്കാനായിട്ടുള്ള യാതൊരു കാര്യം സഹസ്രാധിപന് വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി ഫേലിക്സിനെയും കൂടെ മുമ്പിൽ തെളിയിക്കുക എന്നുള്ളതാണ് പൗലോസിന്റെ ലക്ഷ്യം. പൗലോസ് പറയാണ്, ഇനി എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന യാതൊരു അന്യായങ്ങളും ഇവർക്കിത് തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പൗലോസ് ശക്തമായി പറയുന്നു. പൗലോസ് ഒരു കാര്യം പറയുന്നു, എന്നാൽ ഞാൻ 14-ാമത്തെ വാക്യം, എന്നാൽ ഞാൻ ഒന്ന് പറയുന്നു, മതഭേദമെന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണങ്ങളും പ്രവാചക പുസ്തകങ്ങളും എഴുതിയിരിക്കുന്ന ഒക്കെയും വിശ്വസിക്കുകയും ചെയ്യും. ഈ ഭാഗം പറഞ്ഞാൽ ഇവർക്ക് ഇത് ഖണ്ഡിക്കാൻ പറ്റത്തില്ല. ഇവരും ഇത് തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്. ഇവരുടെ ന്യായപ്രമാണത്തിൽ അവരാചരിക്കുന്ന പോലെ തന്നെയാണ് പൗലോസും ചെയ്യുന്ന പറയുന്നത്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയൊക്കെയും വിശ്വസിക്കുന്നു. ഇവർക്ക് പറയാൻ പറ്റും ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന്. അപ്പോൾ ഇത് പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇവരെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതിന്റെ 15-ാമത്തെ വാക്യം, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കിൽ ആശ വച്ചിരിക്കുന്നു. അപ്പൊ അത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ നമുക്ക് അവിടെ ഒരു വാക്യം കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്. അതൊന്ന് നമുക്കൊന്ന് വായിക്കാം. ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ അന്ത്യന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ നിത്യജീവനെ പ്രാപിക്കും, തിന്മ ചെയ്തവർ ന്യായവിധിയിൽ അതിന് യോഗ്യമായ ഫലം കായ്ക്കുവാനായിട്ട് കല്ലറകളിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചു വരും. അതാ പൗലോസ് പറയുന്നത്, നീതിമാന്മേലും നീതി കെട്ടവരുടെ മേലും. നീതിമാനായാലും നീതി കെട്ടവനായാലും പുനരുത്ഥാനമുണ്ട്. നീതിമാന്റെ പുനരുത്ഥാനം കർത്താവിൻ്റെ 2-ാമത്തെ വരവിലാണെങ്കിൽ, നീതി കെട്ടവരുടെ പുനരുത്ഥാനം കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം, ഭൂമിയിലെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമാണ് അന്ത്യ ന്യായവിധി ഉണ്ടാകുന്നത്. ആ ന്യായവിധിയിലാണ് ലോകത്തുള്ള സകല മനുഷ്യർ, മരിച്ചുപോയ എല്ലാ നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുന്നു എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞാൽ ഇന്ന് വരെ ഈ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി എപ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. അത് 23-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും പൗലോസ് അത് വ്യക്തമായി പറയുന്നു. എന്നിട്ട് പൗലോസ് ഇവിടെ പറയുന്നു, അതിൻ്റെ 17-ാമത്തെ വാക്യം, പല വർഷങ്ങൾ കൂടി ഞാൻ എന്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും ഞാൻ എന്റെ സ്വജാതീയരായ ഈ യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ധർമ്മം കൊണ്ടുവരാനും വഴിപാട് കഴിപ്പാനും വന്നു. ഞാൻ യെരൂശലേമിൽ വന്നത് എൻ്റെ ജാതിക്കാർക്ക് ഒരു ധർമ്മം കൊണ്ട്, നമ്മൾ ആ ഭാഗങ്ങളൊക്കെ പല പ്രാവശ്യമായിട്ട് ചിന്തിച്ചു. ഒരു വഴിപാട് ചെയ്യുവാനും അവർക്ക് ധർമ്മം കൊണ്ടുവരുവാനും അവരെ സഹായിക്കുവാനായിട്ടാണ് യെരൂശലേം വന്നത്. അതല്ലാതെ
എന്റെ ഭാഗത്ത് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആ അത് അനുഷ്ഠിക്കുമ്പോൾ ആ അവർ എന്നെ ദൈവാലയത്തിൽ വെച്ച് ഞാൻ ആ വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4 നേർച്ചയുള്ള പുരുഷന്മാരെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അവരെ ആ നാസിർ വ്രതക്കാരായ 4 പുരുഷന്മാരെ ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ അവർക്ക് വേണ്ടി തല ക്ഷൗരം ചെയ്ത് വഴിപാട് കഴിച്ചു. തീർന്ന കാലം തികഞ്ഞപ്പോൾ ഞാനത് ചെയ്തു. അതാണ് ഞാൻ ചെയ്ത ഒരു കാര്യം. അതിലപ്പുറമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് അനുഷ്ഠിക്കുമ്പോൾ ആസ്യയിൽ നിന്ന് വന്ന യഹൂദന്മാർ എന്നെ അവിടെ വെച്ച് കാണുവാനിടയായി. അവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്റെ മുമ്പിൽ വന്ന് എന്നെ കുറ്റപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഈ സംഗതികൾ ബോധിപ്പിക്കാമായിരുന്നു എന്ന് പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് അസന്നിഗ്ധം ഇവിടെ പറയുകയാണ്. തെർത്തുലോസ് എന്ന് പറയുന്ന വക്കീലിന്റെ എല്ലാ വാദങ്ങളെയും പൊളിച്ചു കളഞ്ഞുകൊണ്ട് ആമേൻ ദൈവികമായ ജ്ഞാനത്തോടെ അതിൻ്റെ ആ ഒരു ആത്മനിറവോടെ ധൈര്യത്തോടെ പൗലോസിലൂടെ ഉത്തരം പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നി ഇതെന്താണ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിൻ്റെ പ്രവചന നിവൃത്തിയായിട്ടാണ് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ കാണുവാനിടയായി തീർന്നത്. ഇവിടെ ഇതിനെക്കുറിച്ച് അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഞാൻ ഫേലിക്സിന് ഇതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ അറിവുണ്ടായിട്ടും, അതായത് ഫേലിക്സിന് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി, പൗലോസിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഈ ഫേലിക്സ് ചെയ്തത്, ഫേലിക്സ് 22-ാമത്തെ വാക്യം, ഫേലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയാസ് സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവധി വെച്ച്, സാധാരണ നമ്മൾ കോർട്ടിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അവധി വെക്കുന്നത് പോലെ അങ്ങനെ ഒരു മാറ്റിയാണ്. ഇവിടെ ലൂസിയാസ് സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ്, കാര്യം ഇവിടെ ഫേലിക്സിനൊരു പ്രത്യേക കാര്യമുണ്ട്. ഈ യഹൂദന്മാരെ പിണക്കാൻ പറ്റത്തില്ല. അതൊരു പ്രത്യേകമായ അവരുടെ പ്രീതി സമ്പാദിക്കണം എന്നുള്ള ഒരു കാര്യം ഫേലിക്സിനുണ്ട്. അതുകൊണ്ട് അവരെയും കൂടെ പിണക്കാതെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇവിടെ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് ഫേലിക്സ് ചെയ്യുന്നത്. ലൂസിയാസ് വരുമ്പം ഞാൻ പിന്നെ ഈ കാര്യത്തിന് തീർപ്പുണ്ടാക്കാമെന്ന് വെച്ച് ഇവരെ ഈ കോർട്ടിൽ ഈ അവധി വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തണുക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ഇത് തണുത്ത് കഴിയുമ്പോൾ വെളിയിലൊരു കോംപ്രമൈസ് ചെയ്ത് പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. അത് തന്നെ അതേ തന്ത്രമാണ് ഇവിടെ ഫേലിക്സും പയറ്റുന്നത്. അത് കഴിഞ്ഞ ശേഷം ഈ ഫേലിക്സ് പൗലോസിനോട് കാണിക്കുന്ന വളരെ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്ന ഒരു കാര്യം അത് വളരെ നമ്മൾ ശ്രദ്ധിക്കുക. അതിന്റെ 23-ാമത്തെ വാക്യം, ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് ദയ കാണിപ്പാനും, അവനെ തടവിൽ സൂക്ഷിച്ച് അവനോട് ദയ കാണിക്കാം. അതൊക്കെ ദൈവത്തിന്റെ നീതിയാ പ്രിയമുള്ളവരെ. ഫേലിക്സിന്റെ പ്രത്യേകമായ അധികാരത്തിന്റെ നീതിയായിട്ടല്ലെന്ന് ഞാൻ അതിനെ കാണുന്നത്, ദൈവത്തിന്റെ നീതിയായിട്ടാണ്. ഏത് സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോയാലും ദൈവമക്കൾക്ക് എപ്പോഴും ദൈവത്തിന്റെ ദയയുണ്ട്. ആ ദയ ദൈവം തക്ക സമയത്ത് ഓരോ അവസരങ്ങളിലും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ആ ദയയാണ് ഇവിടെ ഫേലിക്സിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുന്നത്. ഫേലിക്സ് അവനെ സൂക്ഷിക്കുക, അവനോട് ദയ കാണിക്കണം. അവനെ ക്രൂരമായിട്ടോ മറ്റു രീതിയിലോ ഒന്നും അവനെ ടാർഗറ്റ് ചെയ്ത് പെരുമാറില്ല. അവനോട് ദയ കാണിക്കണം. അത് മാത്രമല്ല അവന്റെ സ്നേഹിതന്മാരെ അവരുടെ കൂടെ നിർത്തി അവനെ ശുശ്രൂഷ ചെയ്യുവാനുള്ള പെർമിഷൻ കൊടുത്തു. ഇതിൽ പരം ഒരു വലിയ ഒരു കാര്യമാണ് ഫേലിക്സിൽ കൂടെ ദൈവം പൗലോസിന് വേണ്ടി ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ ബൈസ്റ്റാൻഡേഴ്സിനെ നിർത്തി പൗലോസിനെ ആ തടവിൽ കൈസരിയിൽ 2 വർഷം സൂക്ഷിക്കുന്നതായിട്ടാണ് അതിനെ നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. എന്നാൽ ഈ ഫേലിക്സ് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ ദ്രുസില്ല എന്ന് പറയുന്ന യഹൂദ സ്ത്രീയുമായിട്ട് പൗലോസിനെ വരുത്തി ഈ പൗലോസിന്റെ പ്രസംഗം കേൾക്കുവാനുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്നു. അവിടെ ദ്രുസില്ല എന്ന് പറയുന്ന യഹൂദ സ്ത്രീ എന്ന് പറയുന്നത് ആക്ച്വലി യഹൂദ മതത്തിൽ അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യം ഉണ്ടായിട്ടല്ല, അവർ യഹൂദ മതം സ്വീകരിച്ചാണ്. ഇവരെല്ലാം റോമൻ പൗരന്മാരാണ്. യരോദ അല്ലെങ്കിൽ അഗ്രിപ്പ 2-ാമന്റെ പെങ്ങളാണ് ഈ ദ്രുസില്ല എന്ന് പറയുന്ന സ്ത്രീ. ഇത് ഫേലിക്സിന്റെ 3-ാമത്തെ ഭാര്യയാണ്. ഇവരുടെ ആദ്യ ഭർത്താവിനെ
എങ്ങനെയൊക്കെ അവരെ ഉപേക്ഷിപ്പിച്ച് വളരെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഫേലിക്സ് ഈ ദ്രുസില്ലെ വിവാഹം കഴിക്കുന്നത്. അത് അത്ര ക്രൂരനായ ഒരു വ്യക്തിയാണ് ഫേലിക്സ് എന്ന് കാണാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ധാർമ്മിക ജീവിതം ശരിയല്ല എന്നും ദ്രുസില്ലയുടെ ധാർമ്മിക ജീവിതവും ശരിയല്ല എന്നും പൗലോസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ ഒരു പ്രസംഗം നടത്തുന്നത്. അതാണ് പൗലോസ് അതിനകത്ത് പ്രസംഗിക്കുമ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകമായി പറയുന്നുണ്ട്. നീതി, 25-ാമത്തെ വാക്യം. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി, നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ചിലർക്ക് ഭയമുണ്ടാകും, പക്ഷേ രക്ഷപ്പെടാനുള്ള ആഗ്രഹം അവർക്കില്ല. പാമ്പ് അങ്ങോട്ട് പോകരുത്, അവിടെ ഒരു പാമ്പുണ്ട്, അത് കടിക്കുമെന്ന് പറഞ്ഞാലും പിന്നെയും അതിന് മുമ്പിലേക്ക് എടുത്തിയാടുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഫേലിക്സിന് വരാനുള്ള ശിക്ഷാവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഭയപരവശനാകുന്നു. ഇദ്ദേഹത്തിന് ഇന്ദ്രിയത്തെക്കുറിച്ച്, സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ പൗലോസ് ഒരു വെളിപ്പാടില്ലെങ്കിൽ പൗലോസ് വ്യക്തമായി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഒരിക്കലും ഫേലിക്സിന് ഈ രക്ഷ ആവശ്യമില്ല, അത് രക്ഷ അവിടെ വെച്ച് തള്ളിക്കളയുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഫേലിക്സിന്റെ ഒരു ഇതെന്ന് പറയുന്നത് പൗലോസിന് എങ്ങനെയെങ്കിലും പൈസ മേടിച്ച് ഈ ഫേലിക്സ് പൗലോസിനെ മോചിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഫേലിക്സ് പല പ്രാവശ്യമായിട്ട് പൗലോസിനെ വിളിച്ച് പ്രസംഗം കേൾക്കുന്നത്. പ്രസംഗം കേൾക്കുക എന്നതിലുപരി പൗലോസിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ ലഭിക്കും. അത് അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. പൗലോസ് തനിക്ക് ദ്രവ്യം തരും എന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോകുന്നു. പൗലോസ് തനിക്ക് പൈസ തരും, അത് ലഭിച്ച് എങ്ങനെയെങ്കിലും പൗലോസിനെ മോചിപ്പിക്കാം. പക്ഷെ പൗലോസ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഇവിടെ വഴങ്ങിയതായിട്ട് നമ്മൾ കാണുന്നില്ല. പൗലോസിന് അറിയാം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കർത്താവിനെ റോമിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങൾ അറിയാം. 2 ആണ്ട് കഴിഞ്ഞു, 2 വർഷം കൈസരയിൽ പൗലോസ് തടവില. AD 60 വരെ പൗലോസ് കൈസരയിൽ തടവിലായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഫേലിക്സ് പൗലോസിനെ മോചിപ്പിച്ചില്ല. പൗലോസിനെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വന്ന പിൻവാഴിയായിട്ട് വന്ന ഫെസ്തോസിനെ വരുമ്പോൾ ഇതിന് തീർപ്പ് കൽപ്പിക്കാമെന്ന് വിചാരിച്ച് ഈ കേസ് വിട്ടിട്ട് പോവുകയും യഹൂദന്മാരുടെ പ്രീതി സമ്പാദിച്ചിട്ട് അങ്ങനെ ചെയ്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമ്മൾ ദൈവത്തിന്റെ പദ്ധതികളും ദൈവിക ദർശനങ്ങളും ഉള്ള ഒരു വ്യക്തിയെ ദൈവം എങ്ങനെ സംരക്ഷിക്കുകയും എങ്ങനെ സൂക്ഷിക്കുകയും ചെയ്യും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. പ്രാർത്ഥനയിൽ റോമിലെ സഭയ്ക്ക് എന്നോട് പോരാടണം. പൗലോസിന്റെ പ്രാർത്ഥനയുടെ പോരാട്ടത്തിന്റെ ഒരു വലിയ റിസൾട്ട് കാണുവാനിടയായി. പൗലോസിന്റെ ജീവിതത്തെ എങ്ങനെ സൂക്ഷിക്കുന്നു, എങ്ങനെ വിചാരണ നേരിടുന്നു, അവിടെയൊക്കെ എങ്ങനെയാണ് കർത്താവിന്റെ സാക്ഷിയായി കൈസരയിൽ നിന്ന ഒരു ഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ ഈ 2 അധ്യായങ്ങളിലൂടെ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമ്മൾ ഒരു ആവശ്യം കൂടെ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് പിന്നെയും ഒരു ധൈര്യം നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെയും മറുപടി തരുന്ന ഒരു ദൈവം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവം, നമുക്ക് എവിടെയും ഏത് സാഹചര്യത്തിലും എന്തു പറയണം, എങ്ങനെ ഉത്തരം പറയണമെന്നുള്ള ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു എന്ന് ഈ കാര്യങ്ങൾ കൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന രാത്രി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.